വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു അവസരം കൂടി കർത്താവ് തന്നു. കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന്. അപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ, ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ദൈവവചനം കേൾക്കുവാനും അത് പഠിക്കുവാനുമായിട്ടുള്ള ഉത്സാഹം നമ്മളിൽ വർദ്ധിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബുദ്ധിമാന്മാരായി തീരണം. ഇത് കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിമാൻ എന്ന് കർത്താവ് മത്തായി 7:24 പറയുകയുണ്ടായി. ഇത് കേട്ട് ചെയ്യുന്നവൻ, ഇത് കേട്ടിട്ട് ചെയ്യാത്തവൻ അവൻ ബുദ്ധിഹീനനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുന്നത് വളരെ അനുഗ്രഹമാണ്, നന്മയാണ്. അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. നമ്മൾ കേട്ടിട്ട് അത് അനുസരിച്ചില്ലെങ്കിൽ അത് നമുക്ക് വളരെ ദോഷവും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. കാരണം നമുക്ക് പരിമിതമായ സമയം ലഭിച്ചപ്പോൾ അതിലൂടെ നമുക്ക് ഏറ്റവും നേട്ടമായിരിക്കുന്ന വിലയേറിയ മുത്തുകളാണ് ദൈവത്തിൻ്റെ വചനം. അത് എല്ലാത്തേക്കാളും വിലയേറിയതാണ്. അപ്പോൾ വചനത്തിലൂടെ ഉള്ള പ്രോത്സാഹനമാണ് നമുക്ക് അനിവാര്യം. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒരു 7-8 ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പുതു മനുഷ്യനെക്കുറിച്ചാണ്. ഈ പുതിയ മനുഷ്യരിൽ ഉണ്ടായിരിക്കേണ്ട 7 സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ചും അവരിൽ കാണേണ്ട, അവരിൽ ഉണ്ടായിരിക്കേണ്ട 7 ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്നാണല്ലോ വായിച്ചത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 32 വരെയുള്ള വാക്കുകളിൽ നിന്നും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യായിരുന്നു. ഈ 7 കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ്. അപ്പം അതിൽ 6 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 6 കാര്യങ്ങൾ നമ്മൾ 7 ദിവസം കൊണ്ടാണ് ചിന്തിച്ചത്. അപ്പോൾ ഇന്ന് 7ാമത്തെ കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. ഈ 6 കാര്യവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇനിയും അത് ആവർത്തിക്കണ്ടല്ലോ. ഞാൻ ഇന്നലെയും ആ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് വീണ്ടും അതിനൊരു ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. കാരണം നമുക്ക് അത്രയും കൂടെ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ ഇന്ന് 7ാമത്തെ കാര്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. 7ാമത്തെ കാര്യം എന്താണ്? ആ 7ാമത്തെ കാര്യം നമ്മൾ ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 32-ാം വാക്യം. എഫേസ്യ ചാപ്റ്റർ 4:32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. അപ്പോൾ ഇവിടുത്തെ വിഷയം ക്ഷമ എന്നുള്ളതാണ്. ക്ഷമ. നമ്മൾ എങ്ങനെ ക്ഷമിക്കണം? ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. അപ്പം നമുക്ക് ഒരുവനും മറ്റൊരാളോട് വലിയ ദയയും മനസ്സിലുള്ളവരായിരിക്കണം. അപ്പോൾ ഈ ദയയും മനസ്സിലുമൊക്കെ ദിവ്യ സ്വഭാവങ്ങളാണ്. ഈ ദിവ്യ സ്വഭാവങ്ങൾ കർത്താവ് നമുക്ക് വീണ്ടും ജനനത്തിലൂടെ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു എന്നുള്ളത് 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നു. നമ്മൾ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാണ്, നമ്മുടെ കൂട്ടാളികളാക്കി തീർത്തു. അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. പിന്നെ 2 പീറ്റർ ചാപ്റ്റർ 1:4 നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല. നമ്മൾ മാത്രമല്ല, ഫിലിപ്പിയർ 2:5 ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:5 കർത്താവിൻ്റെ ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന്. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നമുക്ക് ക്ഷമ നൽകുന്ന ദൈവമാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. ഇന്ന് അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ സന്തോഷവാന്മാരായി കാണാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദയയും മനസ്സയും നമുക്ക് മനസ്സുണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 2:16 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ ചാപ്റ്റർ 2:16 ലാസ്റ്റ് പാർട്ട്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ. നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെന്നാണ് വീണ്ടും ജനിച്ചവരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ മനസ്സുണ്ടോ? ആ മനസ്സ് ഉള്ളവർക്ക്
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. ക്ഷമ എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ക്രിസ്തീയ ജീവിതം വിജയകരമാക്കണമെങ്കിൽ, സന്തോഷപ്രദമാക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ക്ഷമ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആരെക്കുറിച്ചും യാതൊരു പരാതിയും ഉണ്ടായിരിക്കില്ല. ക്ഷമിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കുറിച്ച് പരാതി ഉണ്ടായിരിക്കില്ല. ഞാനിങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? അപ്പം ഭാര്യ പറയുന്നത് നീയാണ് പ്രശ്നക്കാരി, ഭർത്താവ് പറയുന്നു അല്ല നീയാണ് പ്രശ്നക്കാരി. അപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെ, എവിടെ നിന്ന്, ആരാണ് പ്രശ്നക്കാരി, എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത്? രണ്ടുപേരും ഓരോ രജിസ്റ്റർ പരസ്പരം കൈമാറി. എന്നിട്ട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ എഴുതി വയ്ക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഒരാഴ്ചത്തേക്ക് ഇനി പരസ്പരം നമ്മൾ പ്രശ്നം ഉണ്ടാക്കാതെ ആ പ്രശ്നം മാത്രം എഴുതി അങ്ങനെ കടത്തി വിടുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കൂടി, ഇതാ ഈ ഒരാഴ്ച നിങ്ങളിലുണ്ടായ തെറ്റുകൾ, പ്രശ്നം ഞാനിതാ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭാര്യ ഒരു രജിസ്റ്ററാണ് കൊടുത്തത്, 2 രജിസ്റ്റർ. അപ്പോൾ ഞാൻ മുളക് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു, നിങ്ങൾ ഉപ്പ് മേടിച്ചിട്ട് വന്നു. ഞാൻ മീൻ മേടിക്കാനും പറഞ്ഞു, നിങ്ങൾ ഇറച്ചി മേടിച്ചിട്ട് വന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ കുറിപ്പുകൾ ഇങ്ങനെ കൂടി പോവുക. ഭയങ്കരമായിരുന്നു. അത് ശരിയല്ലേ, പറയണത് കേൾക്കണ്ടേ, പരസ്പരം ഒരു ധാരണ വേണ്ടേ? എന്നാൽ അത് കഴിഞ്ഞിട്ട് ഭർത്താവ് തൻ്റെ രജിസ്റ്റർ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു. പറഞ്ഞു, നിൻ്റെ ജീവിതത്തിലുണ്ടായ കുറവുകൾ നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവള് വലിയ ആകാംക്ഷയോടെ, കാരണം അവൾക്ക് 2 രജിസ്റ്ററാണ് കൊടുത്തത് ഭർത്താവിൻ്റെ കയ്യിൽ. എന്നാൽ ഭർത്താവ് ആ ഒരു രജിസ്റ്ററേ കൊടുത്തുള്ളൂ. അത് കൊടുത്ത് അവൾ തുറന്നു കഴിഞ്ഞപ്പം അത് മുഴുവനും ബ്ലാങ്കാണ്, ഒന്നും എഴുതിയിട്ടില്ല. കണ്ടോ? അപ്പോൾ അവൾ ഒന്നുകൂടെ അവൾക്ക് ഇതായി, കലിപ്പായി. കണ്ടോ, നിങ്ങൾ മനുഷ്യ, നിങ്ങളല്ലേ പ്രശ്നക്കാരൻ, നിങ്ങളുടെ ഈ പ്രശ്നം കൊണ്ടല്ലേ ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉടനെ അങ്ങ് കെട്ടിക്കയറുക. അപ്പോൾ അദ്ദേഹം വളരെ മന്ദസ്മിതത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പ്രിയ ഭാര്യയെ, ഞാൻ നിന്നെക്കുറിച്ചുള്ള എഴുതാൻ തുടങ്ങിയിരുന്നെങ്കിൽ നീ ഇപ്പോൾ 2 രജിസ്റ്റർ എഴുതിയല്ലോ. അതൊന്നും ഒരു കാരണമുള്ള കാര്യങ്ങളല്ല, എന്നാലും നീ എഴുതി വെച്ചു. എന്നാൽ ഞാൻ നിന്നെക്കുറിച്ച് എഴുതാഞ്ഞത് ഞാൻ 2 അല്ല 20 രജിസ്റ്റർ എഴുതിയാലും തീരെയല്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, നീ ചെയ്യുന്നതെല്ലാം ഉടനെ ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ചത് കൊണ്ടാണ് എൻ്റെ രജിസ്റ്ററിൽ നിന്നെക്കുറിച്ച് ഒന്നും എഴുതാതിരുന്നത്. നോക്കുക ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണ്, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ന്യൂനതകളെ കണ്ടുപിടിച്ച് അതിനെ മുഴിപ്പിച്ച് നമ്മളിങ്ങനെ പകയും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ട് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഭക്തരാണെന്നും പറഞ്ഞ് അഭിനയിച്ച് നടക്കുക. അത് വലിയ കപടഭക്തിയാണ് പ്രിയമുള്ളവരെ. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ നമ്മൾ പരാജിതരാകാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയുന്നത്, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ 4 ആൾ കൂടി ഒരു കട്ടിലിൽ ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവന്നതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസ് ചാപ്റ്റർ 2. അവിടെ അതിൻ്റെ 2-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ എല്ലാം വായിക്കുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ 5-ാം വാക്യം മാത്രം. അപ്പോൾ അവർ ആ വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് തന്നെ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 5-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, ഇവരിവിടെ ഈ പക്ഷപാതക്കാരനെ എന്തിനാ കൊണ്ടുവന്നേ? അവനെ കൊണ്ടുവന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ,
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യത്തെക്കാളും വളരെ പ്രാധാന്യമുള്ള കാര്യം പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് രോഗത്തിൽ നിന്ന് എത്രയെല്ലാം സൗഖ്യം ലഭിച്ചെന്ന് പറഞ്ഞാലും അവസാനം അവൻ നരകത്തിലേക്ക് പോകും. നമുക്ക് പാപമോചനം പ്രാപിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം. ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാം പാപത്തിൽ ജനിച്ചു. നമ്മളാരും പാപം ചെയ്തത് പാപികളായതല്ല. നമ്മൾ ആദാമേ സന്തതി ആയതുകൊണ്ട് നമ്മൾ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കാനിടയാകുന്നു. എന്നാൽ നമുക്ക് ഈ പാപത്തിൽ നിന്നുള്ള വിടുതൽ, ആ പാപമോചനം, അത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലഭ്യമാകുന്നു എന്നുള്ള സത്വാർത്തയാണ് ക്രൂശിൻ്റെ വചനം. വളരെ ശ്രദ്ധിക്കണേ. ഈ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു എന്ന 1 Corinthians 1:18, 1 Corinthians chapter 1:18. അപ്പോൾ വളരെ വിലപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം പാപക്ഷമയാണ്, പാപമോചനമാണ്. അപ്പം നമുക്ക് നമ്മുടെ പാപങ്ങൾ മോചിച്ച് കിട്ടിയെന്ന് ഉറപ്പുണ്ടോ? എന്നെ കേൾക്കുന്ന എല്ലാ കേൾവിക്കാരോടും ഞാൻ ചോദിക്കട്ടെ, പലരും വിശ്വാസികളായിരിക്കുന്ന പലരും പോലും അവർ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ക്ഷമ ലഭിച്ച ആ ഉറപ്പ്, ആ ഒരു ശരിയായ അനുഭവം ഉള്ളവർ വളരെ കുറവാണ്. ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി, പഴയത് സകലവും കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ദൈവവചനം പറയുന്നത് സത്യമാക്കുകയുള്ളവരെ. 2 Corinthians 5:17 ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥമായും പാപക്ഷമയുടെ അനുഭവം ഉണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. ക്ഷമ ലഭിച്ച ഒരു വ്യക്തി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവനാണ്. ക്ഷമ ലഭിച്ച ഒരു വ്യക്തി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവനാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം നമ്മുടെ ക്ഷമയുടെ മാതൃക നമ്മുടെ കർത്താവാണ്. നോക്കുക, ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമ്മളോട് ക്ഷമിച്ചതാണ് ക്ഷമയുടെ മാതൃക. നോക്കുക, നമുക്ക് എത്രമാത്രം വലിയ ക്ഷമയാണ് കർത്താവ് നമുക്ക് ചെയ്തത് എന്ന് നമ്മൾ മറക്കരുത്. നമുക്കറിയാം, ക്രൂശിൽ കിടന്നുള്ള കർത്താവിൻ്റെ ഒന്നാമത്തെ മൊഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലൂക്കോസ് 23:34, ലൂക്ക് ചാപ്റ്റർ 23:34. തലയോടിയുടെ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ 34. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ ക്രൂശിൽ കടന്നുകൊണ്ട് താൻ ആദ്യം തന്നെ ചെയ്തത് തന്നോട് ഇത്രമാത്രം ക്രൂരമായി ചെയ്ത ഈ ജനത്തോട് കർത്താവ് ക്ഷമിക്കുക. കർത്താവ് അത് നമ്മൾ നോക്കുക, നമ്മളെ നിന്ദിക്കുന്നവരോട്, പരിഹസിക്കുന്നവരോട്, നമുക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുത്തുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ? നിശ്ചയമായും കഴിയും. നമ്മൾ കർത്താവിൻ്റെ മനസ്സുള്ളവരാണെങ്കിൽ നമുക്ക് അത് കഴിയും. നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നമുക്ക് പുതിയ ഹൃദയം കർത്താവ് തന്നുവെങ്കിൽ, തൻ്റെ ആത്മാവിനെ നമുക്ക് പകർന്നുവെങ്കിൽ, ആ ആത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട് കഴിയും. നോക്കണേ, ഏത് നിലയിലുള്ള ഏത് ക്രൂരകൃത്യം ചെയ്തവരോടും നമുക്കറിയാം, നമ്മുടെ കർത്താവിനോട് ആൾക്കാർ എത്രയോ ഹീനമായി പെരുമാറി. അവൻ്റെ കന്നത്തടിച്ചു, അവൻ്റെ പുറമെല്ലാം ഒഴിവുചാലുകൾ പോലെ അടിച്ച് കീറി, മാത്രമല്ല അവൻ്റെ മുഖത്ത് തുപ്പി, പരിഹസിച്ച് തീർന്ന ശേഷം പരിഹസിച്ചതിൻ്റെ അവസാനം വരെ, പരിഹാസത്തിൻ്റെ അവസാന അതിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ലെവലിലുള്ള പരിഹാസങ്ങൾ കർത്താവിന് നേരെ അവർ പറഞ്ഞു. എല്ലാവരോടും കർത്താവ് ക്ഷമിച്ചു. ഏതെങ്കിലും നിലയിൽ തന്നെ ഉപദ്രവിച്ചവരെ, നിന്ദിച്ചവരെ, പഴിച്ചവരെ, ദുഷിച്ചവരെ ആരെയും കർത്താവ് വിട്ടില്ല. എല്ലാവരോടും ക്ഷമിച്ചു. ആ ഒരു മനോഭാവമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. നോക്കുക, വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ച വാക്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ക്ഷമയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേസ്യർ 4:32 വാക്യം ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞോട്ടെ.
എന്താണ് 4:32 പറയുന്നത്? നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലാവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ഉണ്ടോ? ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. നമുക്കറിയാം, കർത്താവ് ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കൊക്കെ ശിഷ്യന്മാർ കേൾക്കാറുണ്ട്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചപ്പോൾ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പിന്നെ നമ്മൾ മറ്റൊരു ക്ഷമിക്കണം. ആ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ലൂക്ക് ചാപ്റ്റർ 17:4, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നതെന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. അപ്പം കർത്താവ് പറഞ്ഞു, 7 വട്ടം ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ട് നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പത്രോസ് അത് കേട്ടതുകൊണ്ട് പത്രോസിനൊരു സംശയം, നമ്മൾ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? നോക്കുക, നമ്മൾ ആമോസിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം, ഇങ്ങനെയുള്ള വാക്യങ്ങളിലെല്ലാം 3-ഓ 4-ഓ തെറ്റ് എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞു 7 വട്ടം. ഇതെല്ലാം കൂടെ വെച്ച് പത്രോസ് കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരവും ക്ഷമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ ഉതകും. അതെന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 18, അതിൻ്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ പെട്ടെന്ന് വായിക്കാം. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം, എന്നിട്ട് കർത്താവ് ഒരു ഉപമയും കൂടെ പറയുക. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കിയപ്പോൾ 10,000 താലന്ത് കടമറ്റ ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനോടൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും അടച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളും അവനെ തടവിൽ ആക്കിച്ചു. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. കണ്ടോ, ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ചിന്തിക്കുക, പത്രോസിൻ്റെ ചോദ്യം ഞാൻ 7 വട്ടം ക്ഷമിച്ച മതിയോ എന്നായിരുന്നു. നോക്കണം, കർത്താവ് എന്താ പറഞ്ഞേ? 7 വട്ടമല്ല, 70 വട്ടം. 70 വട്ടം. നോക്കുക, അതിൻ്റെ അർത്ഥം 490 പ്രാവശ്യം എന്നാണോ? 7 49 490. 490 മാത്രം ക്ഷമിച്ചാൽ മതിയെന്നാണോ? അല്ല, അതിൻ്റെ അർത്ഥം പരിധിയില്ലാതെ ക്ഷമിക്കുക. ക്ഷമയ്ക്ക് പരിധിയില്ല. എത്രമാത്രം
തെറ്റ് ചെയ്താലും അവരോട് നമ്മൾ ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ് എന്ന ആ ദൃഷ്ടാന്തത്തിൻ്റെ ഇത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ക്ഷമ ലഭിച്ചവൻ മറ്റുള്ളവർ ക്ഷമിക്കുവാനുള്ള കടപ്പാടുണ്ട് എന്നുള്ള കാര്യമാണ്. നോക്കുക, ഇവിടെ കർത്താവ് അതിന് എത്ര ലളിതമായിട്ട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മൾ അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ ഇവൻ്റെ കടം എത്രയായിരുന്നു? 10,000 താലന്ത് കടപ്പെട്ടു. 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 കോടിയിൽ പരം രൂപയാണ്. നോക്കുക, 4 കോടിയിൽ പരം രൂപ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും അവനത് കൊടുത്തു തീർക്കാൻ കഴിയില്ല. ഇത്രയും വലിയൊരു കടമാണ് യജമാനൻ ഇളച്ചു കൊടുത്തു. നോക്കുക, പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപക്ഷമ എന്നുള്ളത് എത്ര വലുതാണെന്ന് നമുക്കറിയാമോ? അതിന് വില കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല. നമ്മൾ 49-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെ വായിക്കുമ്പോൾ നമുക്ക് ആ കടം തീർക്കാൻ ഒരു നാളും കഴിയില്ലെന്ന്. ഒരു നാളും കഴിയില്ല, ആർക്കും കഴിയില്ല. ചിന്തിക്കുക, അങ്ങനെ വലിയൊരു കടമാണ് നമുക്ക് ഇളച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ വീടെടുപ്പ് വില അത്ര വലുതാണ്. അങ്ങനെ ക്ഷമിച്ച് കിട്ടിയെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? ഇവിടെ ഈ ക്ഷമിച്ച് കിട്ടിയ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? നമ്മളതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ അവൻ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഉണ്ടോ? നോക്കുക, എന്താണ് 100 വെള്ളിക്കാശ്? നോക്കണേ, 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 200 രൂപ. നോക്കുക, 200 രൂപ ക്ഷമ കിട്ടിയ എത്രയാ? 4 കോടിയിൽ പരം. ചിന്തിക്കാൻ, ഇത്ര വലിയ ക്ഷമ കിട്ടിയ ആ മനുഷ്യൻ വെറും 200 രൂപയ്ക്ക് ആ മനുഷ്യൻ കൊടുക്കാം. എനിക്ക് ഇച്ചിരിയോട് സമയം തരണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. ഇവൻ യജമാനോട് അപേക്ഷിച്ചതുപോലെ തന്നെ ആ ദാസൻ അപേക്ഷിച്ചു. ഇവന് യാതൊരു കരുണയും തോന്നിയില്ല, ദയ തോന്നിയില്ല. നോക്കുക, അതുകൊണ്ട് അവന് ലഭിച്ച ക്ഷമ അത് നഷ്ടമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യജമാൻ ഇത് അറിഞ്ഞപ്പോൾ അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. നോക്കുക, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ലഭിച്ച നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ എത്രമാത്രം കടപ്പാടുള്ളവരാണ്. കരുണ, അവന് കരുണ തോന്നിയില്ല. അവിടെ യജമാനൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ. അതിൻ്റെ 33-ാം വാക്യം, മാത്യു 18:33. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കേട്ടോ? അപ്പോൾ ഈ യജമാനന് കരുണ തോന്നിയാണ് അവനോട് ക്ഷമിച്ചത്. എന്നാൽ അവന് മറ്റുള്ളവരോട് കരുണ തോന്നിയില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ, യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. യാക്കോബ് 2:13. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പോൾ കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാവും. അയ്യോ, നോക്കണമേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കരുണ ലഭിച്ച നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ കടപ്പെട്ടവരാണ്. നാം ഒരിക്കലും അത് മറക്കരുത്. കർത്താവിനോട് ശിഷ്യന്മാര് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിലെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. മത്തായി 6:12 വാക്യം, മാത്യു 6:12. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഉണ്ടോ? എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അതിൻ്റെ അർത്ഥം
നമ്മൾ ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ക്ഷമിക്കാത്തവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ ചോദിക്കണം, എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ക്ഷമിക്കാതെയുള്ള പ്രാർത്ഥന, ക്ഷമിക്കാതെയുള്ള ആരാധന പ്രിയമുള്ളവരെ ഒരിക്കലും ദൈവത്തിന് സന്തോഷപ്രദമല്ല. ദൈവം അതിൽ സന്തോഷിക്കുന്നില്ല. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ, ഒരിക്കലും മറക്കരുത്. ചിന്തിക്കുക. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? അതേ അധ്യായത്തിൽ മത്തായി 6:14-15 ശ്രദ്ധിക്കുക. മാത്യു 6:14-15 നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നോക്കുക, എത്ര ശക്തമായ വചനമാണ് ഇവിടെ, എത്ര ശക്തമായ വചനമാണ്. അപ്പോൾ ഈ ലോക യാത്രയിൽ നമ്മൾ ക്ഷമ പ്രാപിച്ചവർ നമ്മൾ ക്ഷമ കൊടുക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. നമ്മൾ ക്ഷമ കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ദോഷികളായി മാറും. നമുക്കറിയാം, നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യം, കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം ഞാൻ വായിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും പ്രിയരുമായി, ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുത്തിനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കൽപ്പനയാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പോ കയ്പോ ഒക്കെ വെച്ചുകൊണ്ട് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ കപടഭക്തിയല്ലേ? എല്ലാവരെയും നമുക്ക് എല്ലാവരും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, മറ്റുള്ളവർ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ഹൃദയംഗമായും അവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു ജീവിതം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ, നമ്മൾ നടക്കാൻ. നമ്മുടെ നടപ്പ് അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ കാര്യം നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും പൂർണ്ണ സൗമ്യതയോടും പൂർണ്ണ ദീർഘക്ഷമയോടും കൂടെ നടക്കണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ഇത് നമ്മളുടെ കൽപ്പനകളാണ്. നോക്കുക, നമ്മൾ നടക്കേണ്ടത് ദീർഘക്ഷമയോടെ നടക്കണം. ക്ഷമ വളർന്ന ദീർഘക്ഷമ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ പ്രതികാര വാഞ്ചയില്ലാതെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. അതല്ലേ നമ്മൾ സ്തെഫാനോസിൻ്റെ ജീവിതത്തിൽ കാണുന്നേ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 60-ാം വാക്യം വായിക്കുമ്പോൾ സ്തെഫാനോസ് അവിടെ പറയുന്നത്, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. കണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവുള്ള വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിന് ഏത് നിലയിലും എന്നോട് പ്രവർത്തിക്കുന്നവരോട് ക്ഷമിക്കുവാനൊരു മനോഭാവം നമുക്കുണ്ടാകണം. നമുക്കിന്ന് ആ മനോഭാവമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ഭാഗത്തുനിന്നും 7 കൂട്ടം കാര്യങ്ങൾ കണ്ടത് നിങ്ങൾ ഓർക്കണമേ. അവസാനം ക്ഷമയെക്കുറിച്ചാണ്. ഇത് വളരെ വിശാലമായി പറയേണ്ട കാര്യങ്ങൾ സമയത്തിൻ്റെ അഭാവം കൊണ്ട് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. എല്ലാ ദൈവമക്കളോടും ഒരു അപേക്ഷയുള്ളത്, ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ആരെങ്ങനെ എന്തെല്ലാം ചെയ്താലും നമ്മുടെ ഉള്ളിൽ അവരോട് എപ്പോഴും ഒരു സ്നേഹിക്കുന്ന മനോഭാവം, വെറുക്കാതെ പകയ്ക്കാതെ വിദ്വേഷം വെച്ച് പുലർത്താതെ നമുക്ക് അവരെ സ്നേഹിക്കുവാൻ കഴിയണം. അവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. ക്ഷമിക്കാത്തവന് ഒരിക്കലും ദൈവത്തിൽ നിന്നും ക്ഷമ ലഭിക്കുകയില്ല എന്ന് കർത്താവ് ക്ലിയറായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ ഒരു സന്തോഷപ്രദമായ ജീവിതം, ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ
നമുക്ക് ഈ ക്ഷമ എന്ന ഗുണവും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സത്യം സംസാരിക്കണം, പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്, ഇനിയും കള്ളനിനി കക്കരുത്, നല്ല വാക്കല്ലാതെ നിങ്ങളുടെ വായിൽ നിന്നൊന്നും പുറപ്പെടരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അന്യോന്യം ക്ഷമിക്കണം. 7 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 7 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വചനം കേട്ട എല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.